ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ എന്തോ ഒരു വലിയ കേസിൽ അകപ്പെട്ടുകൊണ്ടതിനെ മലേഷ്യയിലെ ജയിലിലാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതിയുടെ ഇളയച്ചൻ ബീരാൻ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്നതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതാവും. ശ്രുതിയുടെ അച്ഛൻ ഏതായാലും ഇപ്പൊ അടുത്തൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ ചന്ദ്രമതി ആകെ ദേഷ്യത്തിലായിരിക്കും. വരാനുള്ള സൗഭാഗ്യത്തിന് അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൂടി തന്നെ ആകെ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കട്ടെ ചന്ദ്ര. അന്നേരം രവീന്ദ്ര വന്ന് ചോദിക്കുന്നതിന് ചന്ദ്രൻ നീ എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുന്നത്, നീ ഒരു ഭാഗത്ത് ഇവിടെ വന്നിരിക്കുമെന്ന് പറയും. എന്നാൽ ചന്ദ്രമതി അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിർത്താതെ നടക്കുന്ന സമയത്തിന് രവീന്ദ്ര ചോദിക്കുന്നതിന് എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയത്, നിനക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കും. ആ സമയത്തിന് ചന്ദ്രമതി പറയുന്നത് അതെ എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രയുടെ മുന്നിലേക്ക് അങ്ങ് വരാട്ടോ സച്ചി പറയുന്നുണ്ട് ഓ ഇത്ര കാലം അല്ലെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പോ അമ്മയുടെ വായിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ടില്ലേ അമ്മക്ക് ഭ്രാന്താണെന്ന്. അന്നേരം ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരട്ടോ അതേടാ എനിക്ക് ഭ്രാന്താണ്, നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ എല്ലാവരും നേരെ കൊണ്ടുപോയിട്ട് ഭ്രാന്താലയത്തിൽ അങ്ങ് കൊണ്ടുപോയി ആക്ക്, എന്നിട്ട് നീയും നിന്റെ ഭാര്യയും മാത്രം ഇവിടെ സുഖിച്ചങ്ങ് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരെ ചന്ദ്രമതി നേരെ സച്ചിയുടെ നേർക്കങ്ങ് പൊട്ടിത്തെറിക്കും. ചന്ദ്രമതി പറയുന്നതിന്റെ വീട്ടിലുണ്ടായിരുന്ന സൗഭാഗ്യത്തിന് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു, വരാനുള്ള സൗഭാഗ്യത്തിന് അവിടെ അടച്ചു പൂട്ടി വെച്ചേക്കുവാണെന്നൊക്കെ പറയും. ഇനിയിപ്പോ എനിക്ക് ആലോചിച്ചിട്ട് യാതൊരുവിധ സമാധാനമില്ല, ബാക്കിയുള്ള അഴുക്കൊക്കെ ഇവിടെ ഇട്ട് 10 പൈസക്ക് ഗതിയില്ലാത്തതേ ഇവള് മാത്രം ഇവിടെ സുഖിച്ച് സന്തോഷിച്ച് വാഴാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വരുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ പറഞ്ഞത്, രേവതി മോളെ 10 പൈസക്ക് ഗതിയില്ലാത്തവൾ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ നീ കണക്ക് കൂട്ടുന്നത് പൈസയുടെ അളവ് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ചന്ദ്രമതി ഒന്നും മിണ്ടാതെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടോ രവീന്ദ്രൻ ഇങ്ങനെ രേവതിയോട് പറഞ്ഞിട്ട് മോളെ രേവതി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയോ എന്ന് പറയുന്ന സമയത്തിന് രേവതി വെള്ളം കൊണ്ടുവരാൻ അടുക്കളയിലേക്ക് പോകും. എന്നാൽ രവീന്ദ്രന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന അതേ സമയത്തിന് ചന്ദ്രമതിക്ക് ചായയും കൊണ്ടുവന്ന് കൊടുക്കാട്ടോ രേവതി. ദേ അമ്മേ ചായ എന്നൊക്കെ പറഞ്ഞ രേവതി ആ ഒരു ചായ ചന്ദ്രയുടെ തീർക്കങ്ങ് നീട്ടുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരട്ടെ എന്നിട്ട് ചോദിക്കുന്നത് നിന്നോട് ആരാടി ഇപ്പൊ ചായ ചോദിച്ചത്. അന്നേരം അമ്മ ഈ സമയത്തില് സാധാരണ ചായ കുടിക്കാറുള്ളത് എന്നിങ്ങനെ രേവതി പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ചന്ദ്രമതി ഏതായാലും രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ചായ ഗ്ലാസ് അങ്ങ് തട്ടി വീഴ്ത്തിന് നിലത്തിട്ടങ്ങ് പൊട്ടിക്കും. അന്നേരം രേവതിക്ക് വല്ലാത്ത സങ്കടമായിരിക്കട്ടോ. ആ സമയത്തിന് ചന്ദ്രമതി രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഇവിടെ ഒരു സൗഭാഗ്യവും നടക്കാത്തത്, നീയും സച്ചിയും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ വീട്ടിലേക്ക് വന്നു ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കട്ടെ ചന്ദ്രമതി. എനിക്ക് നിന്റെ ഒന്നും വേണ്ട, എല്ലാ സൗഭാഗ്യങ്ങളും നീ കാരണമാണ് തട്ടി വീണങ്ങ് പോകുന്നത്, എങ്ങനെയെങ്കിലും എത്രപ്പെട്ടത് നീ ഇവിടെ നിന്നും പോയി തന്നാ മതി എന്നൊക്കെ പറയട്ടെ ചന്ദ്ര. ഈ വീട്ടിലെ മഹാലക്ഷ്മി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്ന് വർഷേനെ പറയണ, അതുപോലെ തന്നെ വരാനിരുന്ന മഹാലക്ഷ്മിയെ അവിടെ അടച്ചുപൂട്ടി വെച്ചേക്കുവാണെന്നിങ്ങനെ ശ്രുതിയുടെ അച്ഛനായിരിക്കോട്ട് പറയുന്നത്. എന്നിട്ട് 5 പൈസക്ക് ഗതിയില്ലാത്ത നീ മാത്രം ഇവിടെ കടിച്ചു തൂങ്ങി സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കുത്തി നോവിക്കുന്നത് കേൾക്കുന്ന സമയത്തിന്റെ രവീന്ദ്രന്റെ വീണ്ടും സങ്കടം വരും. രവീന്ദ്രൻ ചോദിക്കുന്ന ചന്ദ്രൻ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് വീട്ടിലേക്ക് പണം കൊണ്ടുവരുന്ന ആളൊന്നുമല്ല, വീട്ടിലെ സൗഭാഗ്യം സന്തോഷമൊക്കെ നിലനിർത്തുന്നവരാണ് വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വീട്ടിലെ മഹാലക്ഷ്മി ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നിങ്ങനെ രവീന്ദ്രൻ രേവതിയെ നോക്കിയിട്ട് പറയാണ്. എന്നാൽ ഇതും കേട്ടോണ്ട് തന്നെ സച്ചി പറഞ്ഞത് അച്ഛൻ പറയുന്നത് മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും എങ്ങോട്ടേക്കും പോയിട്ടില്ല, നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ പൂക്കടം വെച്ചിട്ട് അവിടെ സുഖമായി തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രയെ നോക്കിയിട്ട് പറയുന്നത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ മനസ്സിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് വീട്ടിലേക്ക് കുറെ അധികം സമ്പാദ്യവും സമ്പത്തും പണമൊക്കെ കൊണ്ടുവരുന്നവരാണെന്ന് പറയും. ആ സമയത്തിന് ചന്ദ്രമതി പറയുന്നത് അതേതാ അങ്ങനെ തന്നെയാണ്, നീ ഒരുത്തം കാരണം മാത്രമാണ് വർഷമോളെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്, നീ അന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ശ്രുതിമോളുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്, അയാൾ അന്ന് ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ അയാൾ ഇപ്പൊ ജയിലിലാവേണ്ട വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ, എല്ലാം നിങ്ങൾ രണ്ടുപേരും കാരണം തന്നെയാണ്, എല്ലാവരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവള് മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്, അതും നല്ല സുഖമായിട്ട്, ഈ ദാരിദ്ര്യം പിടിച്ചവള് മാത്രം ഇവിടെ നിന്നല്ലോ എന്നൊക്കെ പറയും. ഈ ദാരിദ്ര്യം പിടിച്ചവള് മാത്രം ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്നങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ്. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ അങ്ങ് ദേഷ്യവരുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ ചന്ദ്രനെ ഈ വിളിച്ചു പറയുന്നത്, അത് പറയുന്നതിനൊരു അതിരിട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയോട് അങ്ങ് ദേഷ്യപ്പെടും. രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വർഷ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ തെറ്റാണ്, അവള് ധിക്കാരം കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, ഇപ്പൊ തന്നെ നോക്ക് നീ രേവതി എത്രമാത്രം വഴക്ക് പറയുന്നുണ്ട്, നീ ഓരോ തവണ വഴക്ക് പറയുന്ന സമയത്ത് രേവതി മോള് പാവം അതെല്ലാം കേട്ടിട്ട് നിന്നിട്ടില്ലേ ഉള്ളൂ, ഒരു തവണയെങ്കിലും അവള് പിണങ്ങിയിട്ട് അവളുടെ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ, ഇല്ലല്ലോ, ഇന്നേ വരെ രേവതി മോള് ഒരു വിധത്തിലും അഹങ്കാരം കാണിച്ചിട്ടില്ല, എന്നാ വർഷ അങ്ങനെയാണോ ചെയ്തത്, അന്ന് അങ്ങനെ അവരൊരു പ്രശ്നമുണ്ടായ സമയത്തിന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ മറ്റുള്ളവരോട് അന്വേഷിക്കാൻ പോലും അവള് തയ്യാറായില്ല, അന്ന് അവിടെ വെച്ച് കണ്ട കാര്യം മാത്രമാണ് സത്യം എന്നൊക്കെ വിചാരിച്ച് ധിക്കാരം കാണിച്ചുകൊണ്ടല്ലേ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്, നമ്മളൊക്കെ അവളെ വിളിച്ചതല്ലേ എന്നിട്ട് പോലും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, പിന്നെ അവള് വരാത്തതിന്റെ പേരിൽ നീ എന്തിനാ രേവതിയുടെ മെക്കെട്ട് കയറുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട് അതെ എനിക്കൊന്നും കേൾക്കണ്ട, വരാനുള്ള സൗഭാഗ്യത്തെ നിങ്ങൾ എല്ലാവരും കൂടി അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണെന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാത്തതിന്റെ കാരണം സച്ചിയാണ് എന്ന രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാട്ടോ. ആ സമയത്തിന് ഇതും കേട്ടുകൊണ്ട് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി വന്ന് പറയുന്നത് ആന്റി പറയുന്നതിന് കാര്യമുണ്ട് അങ്കിൾ,
അന്നത്തെ ആ ഒരു ഫംഗ്ഷന് സച്ചിൻ രേവതി വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ വർഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നില്ലേ? ആൻറ്റി എത്ര പ്രാവശ്യം പറഞ്ഞതാണ് സച്ചിൻ ആ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ട എന്നൊക്കെ. എന്നിട്ട് അങ്കിളുടെ ഒരൊറ്റ നിർബന്ധപ്രകാരം മാത്രമാണ് അന്ന് സച്ചിനെ ഫംഗ്ഷനിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറയട്ടെ ശ്രുതി. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നത്, അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? അവനില്ലാത്ത ഫംഗ്ഷന് ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ അവൻ ആ ഫംഗ്ഷനിൽ വന്നെങ്കിൽ പോലും അവൻ നല്ല സമാധാനമായിട്ട് തന്നെയല്ലേ അവിടെ നിന്നതും. സച്ചി കാരണമല്ല, അയാൾ കാരണമല്ലേ അന്ന് അവിടെ ഒരു പ്രശ്നമുണ്ടായത്. അയാൾക്ക് യാതൊരുവിധ മര്യാദയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തോ താഴ്ന്ന ആൾക്കാർ എന്ന രീതിയിലല്ലേ അവർ നമ്മളോട് സംസാരിച്ചത്, നമ്മൾ പരിഗണിച്ചതൊക്കെ. അത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കാണ് രവീന്ദ്രൻ. അന്നേരം ശ്രുതി പറഞ്ഞത്, അതൊക്കെ നമ്മൾ ക്ഷമിക്കണമായിരുന്നു അങ്കിൾ, കാരണം അവർ വലിയ പണക്കാരല്ലേ. വർഷക്ക് പാവം എത്രമാത്രം നാണക്കേടുണ്ടായിട്ടുണ്ടാവും അവളുടെ കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് കൊണ്ടിരുന്ന സച്ചി അവളുടെ അച്ഛനെ അടിച്ചപ്പോ. ആ ഒരു വിഷമം കാരണല്ലേ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരുന്നതും. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഇവിടെ സച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശ്രുതിയും സച്ചിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, അതെ അവന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ദേ ഈ നശിച്ചവൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ യാതൊരുവിധ സൗഭാഗ്യവും വരാത്തത് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ നോക്കിയിട്ട് ഇങ്ങനെ പറയും. കോടീശ്വരനായ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നിന്നതായിരുന്നു. എന്നാൽ ഇവൾ കാരണം മാത്രമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്. 10 പൈസക്ക് ഗതിയില്ലാത്ത ഈ ദരിദ്രവാസി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ വീട്ടിലേക്ക് സമാധാനമായിട്ടുള്ള സൗഭാഗ്യം വരുള്ളൂ എന്നൊക്കെ പറയട്ടെ ചന്ദ്രമതി വീണ്ടും വീണ്ടും രേവതി ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് വല്ലാതാവും. കുറെ അധികം പറയുന്ന സമയത്തിന് രേവതി പറഞ്ഞിട്ട്, അമ്മേ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? വർഷ എവിടെ നിന്ന് പിണങ്ങിപ്പോയത് ഞങ്ങൾ കാരണമാണോ? സച്ചേട്ടൻ എത്ര സൗമ്യമായിട്ടാണ് അവളോട് സംസാരിച്ചത്. എന്നിട്ട് പോലും വർഷയുടെ അച്ഛൻ തന്നെയല്ലേ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോൾ അതുപോലും എൻ്റെ തലയിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രേവതി അങ്ങ് പൊട്ടിത്തെറിക്കും. രേവതി പറഞ്ഞിട്ട്, എൻ്റെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും ഞാൻ ഏതായാലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളെ പേഴ്സണലി പോയി കണ്ടിട്ടുണ്ട്. അവളുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സച്ചേട്ടനും ശ്രീകാന്തിനെ പോയിട്ട് കണ്ടിട്ടുണ്ട്. അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. സത്യമെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് അവർ രണ്ടുപേരും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറയട്ടെ രേവതി. അമ്മ ഇനി ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഒരിക്കലും ഞങ്ങൾ കാരണമൊന്നുമല്ല വർഷ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഇനി ഒരു പക്ഷേ അവൾ അങ്ങനെ പോയെങ്കിൽ പോലും ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അവൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയട്ടെ രേവതി. അന്നേരം ചന്ദ്രമതി വീണ്ടും രേവതി എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന്റെ എടി, നീ കാരണം തന്നെയാണ് അവൾ ഇവിടെ നിന്നും പോയത്. നിനക്ക് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കണമായിരുന്നു. എന്നിട്ട് ആ സ്ഥാനത്ത് നിനക്ക് അങ്ങ് വാഴാനായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ആ സമയത്തിന് രേവതി പറഞ്ഞിട്ട്, അമ്മ ഇതേ കാര്യം മറന്ന് വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ഞാൻ എന്തിനാണ് വർഷ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്? അല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയും. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഏക കാരണക്കാരി ഞാനാണ്. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും അവളെ ഇവിടെ നിന്ന് പോവാൻ ആഗ്രഹിക്കില്ല എന്നൊക്കെ പറയട്ടെ രേവതി. അമ്മ ചിന്തിക്കുന്നത് പോലെ ഒരുപാടധികം സ്വത്തിനും പണത്തിനോടൊന്നും എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കൊന്നും ഞാൻ ചിന്തിക്കില്ല. ഇന്നേ വരെ മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കാനോ മോഷ്ടിക്കാനോ ഞാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. എന്നിട്ട് അങ്ങനെ ഒരു കള്ള ആരോപണം എൻ്റെ മേലങ്ങ് അടിച്ചേൽപ്പിച്ചപ്പോൾ സച്ചേട്ടൻ അത് സഹിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് അന്ന് സച്ചേട്ടൻ അവിടെ പ്രതികരിച്ചത്. സച്ചേട്ടൻ അന്ന് അയാളെ അടിച്ചുവെങ്കിൽ സച്ചേട്ടൻ വളരെയധികം ക്ഷമയോടുകൂടി തന്നെ അയാളോട് 100 ആവർത്തി പറഞ്ഞിട്ട് പോലും അയാൾക്കത് മനസ്സിലായില്ല. അങ്ങനെ അയാൾ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് സച്ചേട്ടൻ അയാളെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ രേവതി. ഏതായാലും വർഷക്കും ശ്രീകാന്തിനുമെതിരായിട്ട് ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഏതായാലും അവരെ പേഴ്സണലി പോയി കണ്ടിട്ടുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്. ഇനി ഏതായാലും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ വീണ്ടും വീണ്ടും എന്നെ കുത്തി നോവിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ രേവതി അവിടെ നിന്നങ്ങ് പോകുന്നത്. രേവതിയുടെ സങ്കടം കാണുന്ന സമയത്തിന് സച്ചിക്ക് അതിലേറെ സങ്കടമായിരിക്കും. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കുന്നത് കേട്ടില്ലേ രേവതി മോള് പറഞ്ഞത്? രേവതി മോള് നേരിട്ട് പോയിട്ട് വർഷയെ കണ്ടിട്ട് സംസാരിച്ചെന്ന്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തോ? അപ്പോ ഈ വീട്ടിലേക്ക് വർഷ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് രേവതി മോളും കൂടിയാണ്. പിന്നെ ശ്രീകാന്തിനെ ഏതായാലും സച്ചിൻ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏതായാലും അവർ തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുള്ളൂ. ഇനി ഏതായാലും അവർ വന്നില്ല എന്ന പേരിൽ രേവതി മോളെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയട്ടെ ചന്ദ്രയോട്. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ സൗകര്യമുണ്ടെങ്കിൽ മാത്രം അവർ ഇങ്ങോട്ടേക്ക് വരട്ടെ. അല്ലാതെ അവർ വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനൊന്നും നിൽക്കരുത്. ഇന്നത്തോടു കൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം. ഇനിയും ഇതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെകഞ്ഞ് പറയല്ലേ എന്നൊക്കെ പറയും. രവീന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതാവട്ടോ. കാരണം ചന്ദ്രമതി വർഷേനെ വിളിച്ചിട്ട് വർഷം ഒന്ന് ഫോൺ പോലും അറ്റൻഡ് ചെയ്തില്ല. ഒന്ന് കാണാൻ വിളിച്ചിട്ട് കാണാൻ പോലും വർഷം സമ്മതിച്ചില്ല.
എന്നാൽ പോലും രേവതി വിളിച്ചപ്പോൾ വർഷ കാണും സംസാരിക്കും ഒക്കെ ചെയ്തു. രേവതി പറയുന്ന വാക്കെല്ലാം തന്നെ ക്ഷമയോടുകൂടി വർഷ കേട്ടു നിന്നു എന്നൊക്കെ അറിയുന്നതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതാവും. വർഷയുടെ മനസ്സിൽ ചന്ദ്രമതിയേക്കാൾ കൂടുതൽ സ്ഥാനം രേവതിക്കാണ് എന്ന സത്യം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് രേവതിയോടുള്ള ആ ഒരു വെറുപ്പും ദേഷ്യമൊക്കെ ഇരട്ടിച്ച് വരട്ടെ ചന്ദ്രമതിക്ക്. ഏതായാലും സച്ചിയും രേവതിയും പോയിട്ട് വർഷയോട് ശ്രീകാന്തിനോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതായാലും അവരുടെ ആ ഒരു തെറ്റെല്ലാം മനസ്സിലാവുന്നുണ്ട്. വർഷയുടെ അച്ഛന്റെ സംസാരം നോട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഇവിടെ തെറ്റുകാരൻ തന്റെ അച്ഛനാണ് എന്ന സത്യമെല്ലാം തന്നെ വർഷ മനസ്സിലാക്കും. അതോടുകൂടി തന്നെ സത്യമെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം വർഷയും ശ്രീകാന്തും തിരിച്ച് സച്ചിയുടെ വീട്ടിലേക്ക് തന്നെ വരുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ